വിശുദ്ധ മദർ തെരേസ 1910 ആഗസ്റ്റ് 26 അൽബേനിയയിൽ നിക്കോളെ ബ്രൊജാക്സി, ഡ്രാന ഫൈൽ ബെർണൈ എന്നീ ദമ്പതികളുടെ മൂന്നാമത്തെ മകളായി ജനിച്ചു. ജ്ഞാനസ്നാന നാമം ആഗ്നസ് ഗോൺക്സ എന്നായിരുന്നു. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ അമ്മ മകളെ സഹായിച്ചു. അമ്മ സാധുക്കളെ സന്ദർശിച്ച് സഹായിക്കുന്നത് ആഗ്നസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ധാരാളം വായിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ചെറുപ്പം മുതൽ അവൾ തൽപരയായിരുന്നു. മറ്റു പ്രവൃത്തികളൊന്നുമില്ലെങ്കിൽ വായനയായിരുന്നു ആഗ്നസിന് ഇഷ്ടപ്പെട്ട കാര്യം. ഇടവക വികാരി കൊടുത്ത മിഷൻ മാസികകൾ വായിച്ചാണ് കൽക്കട്ടയിൽ മിഷനറിയാകാൻ അവൾ തീരുമാനിച്ചത്. 1929 ജനുവരി 6 അവൾ കൽക്കട്ടയിലെ ലൊറേറ്റോ മഠത്തിൽ ചേർന്ന് ഡാർജിലിംഗിൽ നവസന്യാസം നടത്തി. 1931 മെയ് 24 ഉണ്ണീശോയുടെ തെരേസ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വ്രതസമർപ്പണം നടത്തി. തുടർന്ന് അധ്യാപികയായി നിയമിക്കപ്പെട്ടു. 19 വർഷക്കാലം സിസ്റ്റർ തെരേസ ലൊറേറ്റോ സന്യാസ സഭാംഗമായി ജീവിച്ചു. 1946 സെപ്റ്റംബർ 10 ദരിദ്രരിൽ ദരിദ്രരായവരെ ശുശ്രൂഷിക്കുകയെന്ന പ്രത്യേക കാര്യസം അവൾക്ക് ലഭിച്ചു. തന്നിമിത്തം ലൊറേറ്റോ മഠം വിടുന്നതിന് ആഗ്നസ് തീരുമാനിച്ചു. ആത്മീയ പിതാവും മറ്റു പല വൈദികരും അവൾക്ക് തുണയായി വന്നു. അധികാരികളുടെ അനുവാദത്തോടെ അവൾ 1948 ആഗസ്റ്റ് 16 തന്റെ പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ചേരി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിയ തെരേസ ദരിദ്രരായ കുട്ടികളെ വൃക്ഷത്തണലിൽ ഒന്നിച്ചു കൂട്ടി പഠിപ്പിക്കുവാൻ തുടങ്ങി. ദാരിദ്ര്യമാകുന്ന കുരിശിന്റെ ഭാരം വഹിച്ചുകൊണ്ട് ഏകാകിനിയായി അവൾ തന്റെ ശുശ്രൂഷ തുടർന്നു. റിട്രീറ്റ് എന്ന സ്ഥലത്ത് തോമസ് എന്ന ബംഗാളി തെരേസായ്ക്ക് ഒരു ഭവനം ക്രമീകരിച്ചു. തെരേസായെ സഹായിക്കുവാൻ പലപ്പോഴായി ഏതാനും പേർ സന്നദ്ധരായി വന്നു ചേർന്നു. 1950 ഒക്ടോബർ 7 ഉപവി മിഷനറിമാരുടെ സമൂഹം സ്ഥാപിതമായി. ഭരണഘടനയിൽ സിംഹഭാഗവും തെരേസ തന്നെ എഴുതിയുണ്ടാക്കി. ദൈവരാജ്യവിസ്തൃതിക്കായുള്ള വലിയ ആഗ്രഹം അതിൽ പ്രകടമാക്കിയിരുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തിയും ചൈതന്യവും സ്വീകരിച്ചുകൊണ്ടാണ് സഭാംഗങ്ങൾ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. മരണാസന്നരെ സഹായിക്കുവാൻ തെരേസ കൽക്കട്ടയിലെ തെരുവീഥികളിലേക്കിറങ്ങി. പലവിധ അവഹേളനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ അനേകരെ സന്മരണത്തിനൊരുക്കി. 1953 ദൈവപരിപാലനയിൽ അവർക്കൊരു ഭവനം ക്രമീകരിച്ചു കിട്ടി. അക്കൊല്ലം തന്നെ തെരേസ നിത്യവ്രതമെടുക്കുകയും 4 സഹോദരിമാർ പ്രഥമ വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു. ദരിദ്രരുടെ ആവശ്യമനുസരിച്ച് മദർ തെരേസ കാര്യങ്ങൾ ക്രമീകരിച്ചു. അവിശ്വസനീയമായ രീതിയിൽ സഭ വളർന്നു തുടങ്ങി. പ്രവർത്തനം വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. രാജാക്കന്മാരും സഭാധികാരികളും മദർ തെരേസായ്ക്ക് പ്രോത്സാഹനവും സമ്മാനങ്ങളും നൽകി. 1961 മദർ ജനറലായി തെരേസ തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം പിന്നിട്ടപ്പോൾ വൈദികരുൾപ്പെട്ട സഹോദര സഭയ്ക്ക് രൂപം കൊടുത്തു. ഹൃദയാഘാതത്തെ തുടർന്ന് 1997 സെപ്റ്റംബർ 5 തന്റെ 87 വയസ്സിൽ മരണമടഞ്ഞു. 13 മാതൃഭവനത്തിൽ മൃതസംസ്കാരം നടന്നു. 2003 ഒക്ടോബർ 19 ജോൺ പോൾ II പാപ്പ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ചേർത്തു. 2016 സെപ്റ്റംബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.